എല്ലാ കൂട്ടുകാർക്കും ദേവ്താര വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റാപ്ലർ പിന്നുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം ഓഫീസുകളിലും മറ്റുമായി നിരവധി തവണ സ്റ്റാപ്ലറുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ സ്റ്റാപ്ലർ പിന്നുകളെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും കാര്യമായ ധാരണ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ തന്നെ ഇന്നത്തെ വിഷയം സ്റ്റാപ്ലർ പിന്നുകളുടെ നിർമ്മാണത്തെക്കുറിച്ചാവട്ടെ. സ്റ്റാപ്ലർ പിൻ നിർമ്മാണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്നത് ഗാൽവനൈസ്ഡ് അയൺ വയറുകളോ കോപ്പർ കോട്ടഡ് വയറുകളോ അല്ലെങ്കിൽ അലുമിനിയം വയറുകളോ ആണ്. ഇത്തരം വയറുകളുടെ എല്ലാം എഡ്ജുകൾ റൗണ്ട് ഷേപ്പ് ആയതിനാൽ തന്നെ ഇതിനെ ആദ്യമായി ഒന്ന് പരത്തിയെടുക്കേണ്ടതായുണ്ട്. അതിനായി വയർ ഫ്ലാറ്റനിങ് മെഷീൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ വയർ ഫ്ലാറ്റനിങ് മെഷീൻ്റെ സഹായത്തോടു കൂടി ഫ്ലാറ്റൻ ചെയ്തെടുത്ത ഈ വയറുകൾ ഒരു വയർ സ്പൂളിലേക്ക് ചുറ്റിയെടുക്കുന്നു. ഇങ്ങനെ പല വയർ സ്പൂളുകളിലായി ചുറ്റിവെച്ചിരിക്കുന്ന ഈ വയറുകളെ പിന്നീട് ഒരു ഗ്ലൂയിങ് മെഷീനിലൂടെ കടത്തിവിടുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ പല സ്പൂളുകളിൽ നിന്നായി വരുന്ന വയറുകളെല്ലാം ചേർന്ന് ഒട്ടി പല ലെയറുകളുള്ള ഒരു ഷീറ്റായി രൂപപ്പെടുന്നു. ഈ ഗ്ലൂയിങ് പ്രോസസ്സ് കഴിയുന്നതോടുകൂടി സ്റ്റാപ്പിൾ നിർമ്മാണത്തിൻ്റെ 75% കഴിഞ്ഞതായി നമുക്ക് പറയാം. അടുത്തതായി ഇങ്ങനെ ഗ്ലൂ ചെയ്തെടുത്ത ഈ വയർ ഷീറ്റുകളെ തണുക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇവ തണുത്തതിന് ശേഷം സ്റ്റാപ്പിൾ പിൻ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്റ്റാപ്പിൾ ഫോമിംഗ് മെഷീൻ എന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത മെഷീനറിയിലേക്ക് ഈ ഷീറ്റുകളെ കടത്തിവിടുന്നു. അതിൽ കൂടി വ്യത്യസ്ത അളവിലുള്ള സ്റ്റാപ്പിൾ പിന്നുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ശരത് കുമാർ സൈനിങ് ഔട്ട്.